ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രി വളരെ വൈകി വീട്ടിലെത്തിയ കണ്ണേട്ടൻ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് പോയതാണെന്ന് കരുണയിൽ നിന്നും അറിയുന്ന ഉണ്ണി, ഞാനറിയാത്ത ഫ്രണ്ട്സ് ആരും തന്നെ അങ്ങേർക്ക് ജർമ്മനിയിലില്ല എന്നും എല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. മഹാലക്ഷ്മി ഇല്ലാതായി എന്ന് പറഞ്ഞ് സന്തോഷിച്ചപ്പോഴൊക്കെ നമുക്ക് തിരിച്ചടി കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന മാർക്കോയെ അന്ന് ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അതുകൊണ്ട് എങ്ങനെയെങ്കിലും സത്യം കണ്ടെത്തണമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, പിന്നെ വെറുതെ കണ്ണേട്ടിൻ്റെ പുറകെ നടന്ന് കിട്ടാനുള്ളത് കൂടി ഇല്ലാതാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ പുച്ഛിച്ച് സംസാരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. ശേഷം കണ്ണൻ്റെ മുറിയിൽ നിന്നും കണ്ണൻ ആരോട് ഫോണിൽ സംസാരിക്കുന്നതും ഗുഡ് നൈറ്റ് പറയുന്നതെല്ലാം കേൾക്കുന്ന ഉണ്ണി ഈ സമയത്ത് ഇയാൾ ആരോടാണോ സംസാരിക്കുന്നത് എന്നുള്ള സംശയം ഉണ്ണിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും വിശ്വനാഥിൻ്റെ ആത്മാവിനെ കണ്ട് ഭയന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് തോമസ് ഡോക്ടറെ കാണാനായിട്ട് എത്തുന്നു. 2-3 ദിവസം കൂടി ഇവിടെ കിടന്നാലേ പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കൂ എന്ന് വൈദ്യൻ പറയുമ്പോൾ, അതുവരെ ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ഇവിടെ ഒരു പ്രേതം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആ മഹാലക്ഷ്മിയാണോ ഇതിന് പുറകിലെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. കാരണം അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത് ഞങ്ങളാണെന്നാണോ അവൾ കരുതിയത് എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, ഇവിടെ എത്ര രോഗികൾ കിടക്കുന്നുണ്ട്, അവർക്കൊന്നും നിങ്ങളെപ്പോലെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളുടെ കൈകൊണ്ട് ആർക്കെങ്കിലും ദുർമരണം സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം തോമസ് ഡോക്ടർ ചോദിക്കുമ്പോൾ, അതൊന്നും ഇല്ല സാറേ, ഏതായാലും ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പ്രതാപനും മുത്തശ്ശിയും തിരികെ വീട്ടിലെത്തുന്നു. ശേഷം കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് ലക്ഷ്മിക്കറിയാം. അതുകൊണ്ട് ഇനി അവൾ പൂജയും മന്ത്രവാദവും ഒക്കെ കൊണ്ട് കണ്ണൻ്റെ അച്ഛനെ ഗതി കിട്ടാത്ത ആത്മാവിനെ നമ്മുടെ പുറകെ വിട്ടതായിരിക്കും അമ്മയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, അത് പറയാൻ പറ്റില്ല പ്രതാപ, അവളും അവളുടെ അമ്മയുമൊക്കെ പിശാചിൻ്റെ ജന്മങ്ങളാണല്ലോ, അതുകൊണ്ട് അവർക്കും ഇങ്ങനെ പ്രേതങ്ങളൊക്കെ ആയിട്ടായിരിക്കും സഹവാസം എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും പെട്ടെന്ന് തന്നെ തിരികെ വരുന്നത് കാണുന്ന മോഹിനി എന്താ അമ്മയും മോനും പോയ സ്പീഡിൽ തന്നെ തിരികെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ഞാൻ നേരിട്ട് കണ്ടു. അന്ന് അയാളുടെ മരണത്തിന് നിൻ്റെ മോള് ലക്ഷ്മിയും സാക്ഷിയാണ്. അതുകൊണ്ട് നിൻ്റെ മോളോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്കെന്ന് പ്രതാപൻ പറയുമ്പോൾ, എൻ്റെ മോളല്ല, നിങ്ങളാണ് കണ്ണൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് ലോറി കയറ്റി അദ്ദേഹത്തെ കൊന്നത്. അതിൻ്റെ ശിക്ഷ നിങ്ങൾ മാത്രമേ അനുഭവിക്കൂ എന്ന് പ്രതാപന് നല്ല മറുപടി തന്നെ മോഹിനി കൊടുക്കുന്നുണ്ട് കേട്ടോ. മോഹിനിയുടെ നാവിൽ നിന്നും അതുകൂടി കേട്ടതോടുകൂടി തന്നെ പ്രതാപനും മുത്തശ്ശിക്കും ഒന്നുകൂടി പേടി കൂടുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഗതി കിട്ടാതെ അലയുന്നത്. കണ്ണൻ്റെ തറവാടിൽ വെച്ച് അയാളെ ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും മന്ത്രവാദമൊക്കെ നടത്തണം, എങ്കിൽ മാത്രമേ അയാൾ ഈ ഭൂമി വിട്ടു പോകൂ. അതിന് നീ ആ വാമനെ വിളിച്ച് ഉടനെ തന്നെ വിവരം പറയണം പ്രതാപ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ പ്രതാപൻ വാമനെ വിളിച്ച് വിവരം പറയുന്നു. അഗസ്ത്യകൂടത്തിൽ വെച്ച് കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ നേരിട്ട് കണ്ടു എന്നും അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് വാമനും ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ഇതുവരെ ഗതി കിട്ടിയിട്ടില്ല. ദുർഗയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കണ്ണൻ്റെ തറവാട്ടിൽ പൂജ നടത്തി ആ ആത്മാവിനെ ഒഴിപ്പിക്കണമെന്നും, ഇല്ലെങ്കിൽ എന്നെ പോലെ വാമേട്ടനും ഈ ആത്മാവിൻ്റെ ഉപദ്രവം ഉണ്ടാകും. എനിക്കിതിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല, അതുകൊണ്ട് വാമേട്ടൻ തന്നെ ഇതിന് മുൻകൈ എടുക്കണമെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ വാമനോട്. അങ്ങനെ വാമൻ കമലേശ്വരത്ത് എത്തുന്നു. എന്നിട്ട് ഇത് വിശ്വനാഥൻ്റെ ജന്മമാസമല്ലേ ദുർഗെ, വിശ്വനാഥന് വേണ്ട ഒരു കർമ്മമോ പൂജയോ ഇതുവരെ നടത്തിയിട്ടില്ല, അവൻ്റെ ആത്മാവിന് ഗതി കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് തറവാട്ടിൽ ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് ഒരു പൂജ നടത്തണം അവൻ്റെ ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നെല്ലാം വാമൻ പറയുമ്പോൾ, വാമേട്ടൻ പറഞ്ഞത് ശരിയാണെന്നും ഇവൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഈ ഭൂമി വിട്ട് പോയിട്ടില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. നല്ലൊരു മന്ത്രവാദിയെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആത്മാവിനെ ആവാഹിക്കണമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ കരുണയ്ക്ക് അത് കേട്ട് വല്ലാതെ പേടിയാവുന്നുണ്ട്. ഏതായാലും ഞാൻ കണ്ണനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് നിൻ്റെ അച്ഛന് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ലെന്ന് ദുർഗയ്ക്കും ഉണ്ണിക്കും ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിലും ഉണ്ണിയുടെ ജീവിതത്തിലും തറവാട്ടിലാകെപ്പാടെ ഒരു അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിശ്വനാഥിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഒരു പൂജ നടത്തണം എന്നെല്ലാം വാമൻ പറയുമ്പോൾ, എൻ്റെ അച്ഛൻ എന്നെ ഒരിക്കലും ശല്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്ന് കരുതാനും എനിക്ക് പറ്റില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ടെങ്കിലും വാമൻ ഒരു വിധത്തിൽ പറഞ്ഞ് കണ്ണനെ പൂജ നടത്താനായിട്ട് സമ്മതിപ്പിച്ച് എടുക്കുന്നുണ്ട്.
പിന്നീട് ഉണ്ണിയുടെ അടുത്തെത്തുന്ന കരുണ അമ്മയും അമ്മാവനും ഒക്കെ പറയുന്നത് പോലെ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇവിടെയൊക്കെ ചുറ്റിത്തെരിയുന്നുണ്ടാവുമോ എന്നെല്ലാം കരുണ പേടിയോട് ചോദിക്കുമ്പോൾ അതിനെന്തിനാ കരുണ നീ ഇങ്ങനെ ഭയപ്പെടുന്നത്? അമ്മയ്ക്കും അമ്മാവനും ഒക്കെ അങ്ങനെ ആത്മാവിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് ഞാൻ അതൊന്നുമല്ല കരുണ ആലോചിക്കുന്നത്, കണ്ണേട്ടനും നിൻ്റെ ചേച്ചിയും കൂടി എല്ലാവരെയും കബളിപ്പിക്കുന്നുണ്ടോയെന്നാണ് എൻ്റെ സംശയം. ഇന്നലെ രാത്രി വൈകി അയാൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഏതായാലും നമ്മളെ എല്ലാവരെയും മണ്ടന്മാരാക്കി ജീവിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. അങ്ങനെ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ണി ചില പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്